കൈലാഷ് സാറ് ഫാമിലിയുടെ കൂടെ അമ്പലത്തിലേക്ക് പോയത് എന്തായാലും നന്നായി. അവര് വരാൻ കുറച്ച് സമയമെടുക്കും. അവര് വരുന്നതിന് മുൻപ് പാറു എത്തിയ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കാൻ ശ്രമിക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആളിന് ഇവിടെ എത്തിയിട്ട് മനസ്സ് മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളും കൂടി സംസാരിക്കാം. അതെ, നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചാ പാറു സമ്മതിക്കും. എന്തായാലും കൈലാഷ് സാർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ. ഈശ്വര, ഇയാൾ ഇത്ര പെട്ടെന്ന് കെട്ടിയെടുത്തോ? ഹായ് സർ. പ്രിയൻ, ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ സർ. നീ ആരെയാ നോക്കുന്നത്? പാർവതി. പ്രിയൻ, പാർവതി എവിടെയാ? ഇത്രയും കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടായിട്ടും അവന് ദരിദ്രവാസിനെ തന്നെ വേണം. വളർത്ത് ദോഷം അല്ലാണ്ട് എന്തറിയാന്. കണ്ടില്ലേ ആന്റി, കൈലാഷ് വന്നതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുടുംബത്തെ നാണം കെടുത്താൻ തുടങ്ങി. എന്താ പ്രിയൻ ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, അവള് വന്നോണ്ടിരിക്കുക. പ്രിയൻ പാർവതിയെ പിക്കുമെന്ന് കരുതിയാ ഞാനിരുന്നത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പാർവതിയെ പിക്കാൻ കാർ അയച്ചനെ. ഓ, പാർവതി ഇല്ലാതെ ഈ പരിപാടി എങ്ങനെ നടക്കാനാ? ഞാൻ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ. ശരി, പ്രിയൻ പാർവതി വിളിക്ക. എന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്ക. പാർവതി, ഞാനിപ്പോ തന്നെ കുറിച്ച് പ്രിയനോട് ചോദിച്ചേ ഉള്ളൂ. പാർവതി അരവിന്ദിന്റെ കൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഒന്നല്ല. പാറുവിനെ വരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് പാർവതി പേടിച്ചോടിക്കരുത് എൻ്റെ വണ്ടിയില്ല. ഞാൻ അവന്മാരെ അടിച്ചോടിച്ചു. അവന്മാരാരായിരുന്നു? പാർവതി എന്തിനാ അവർ കൊല്ലാൻ നോക്കിയത്? അറിയില്ലെങ്കിൽ അവന്മാരെ പേടിച്ചോടിപ്പോയി. പാർവതി, പാർവതി ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. അരവിന്ദ് സാറ് കൃത്യസമയത്ത് എത്തിയത്. അവരെന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അവരെ ആരെങ്കിലും നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഡാഡി, ഇതിപ്പോ ഒരുപാട് തവണയായില്ലേ പാർവതി ആരോ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് ഉറപ്പാ. ഞാൻ എത്രയോ തവണ ഡാഡിയോട് ഇതിനെപ്പറ്റി കമ്മീഷനോട് സംസാരിക്കാൻ പറഞ്ഞു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഡാഡി അത് നീട്ടിക്കൊണ്ടു പോവാ. ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവണം. ഡാഡി ഇപ്പൊ തന്നെ കമ്മീഷണറെ വിളിച്ച് സംസാരിക്കണം. എന്തിനാ കൈലാഷ് ഇങ്ങനെ ധൃതി കൂട്ടുന്നേ?
പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാരെയും ക്ഷണിച്ചിട്ട് ഇനിയിപ്പോ പോലീസിനെ വിളിച്ചു വരുത്തണോ? ഈ ചടങ്ങ് സ്പോയിലായി പോവില്ലേ? എന്ന് കരുതി ഇത് വിട്ടുകളയാൻ പറ്റുമോ? ഇത് സീരിയസ് ആയൊരു വിഷയം. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യാനാ? ആ ഗുണ്ടകളെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും അന്വേഷിക്കായിരുന്നു. അരവിന്ദ് അവരെ വിട്ടുകളഞ്ഞില്ലേ?